ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ഓരോ ദൈവമക്കൾക്കും ദൈവം ആവശ്യമുള്ളതെല്ലാം കരുതുന്ന ദൈവമാണ്. പത്രോസ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിനകത്ത് പൊന്തിയാസ്, ഗലാത്യ, കപ്പദോക്യ, ആസിയ, മിഥുന എന്നിവിടങ്ങളിൽ ചിതറിപ്പാർക്കുന്ന പരദേശികൾക്ക് പത്രോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ തന്റെ ലേഖനത്തിനകത്ത് കുറിച്ച ഒരു വചനമാണ് ഇന്ന് ധ്യാനിക്കുവാൻ പോകുന്നത്. പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ പേരിട്ടുകൊള്ളി. സ്തോത്രം. ഇവിടെ ഒത്തിരി ചിന്തിച്ച് വിഷമിക്കാതെ, സാഹചര്യങ്ങൾ നോക്കി കരയാതെ, സ്തോത്രം, ദൈവം നിനക്ക് വേണ്ടി കരുതും എന്നുള്ള ഉറപ്പും ധൈര്യവും ഏറ്റെടുക്കുവാനാണ് പത്രോസ് അപ്പോസ്തലൻ ഇവിടെ വെളിപ്പെടുത്തുന്നത്. സ്തോത്രം. നമുക്കൊരു കുഞ്ഞ് ജനിച്ചാൽ ആ പേരൻസ്, ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ ആ കുഞ്ഞിന് ആവശ്യമുള്ളതൊക്കെ ആ പേരൻസ് കരുതുകയാണ്. പക്ഷേ മാതാപിതാക്കൾ കരുതുന്നതിനപ്പുറത്ത്, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി കരുതുന്നതിനപ്പുറത്ത്, ഭാര്യ ഭർത്താവിന് വേണ്ടി കരുതുന്നതിനപ്പുറത്ത്, അപ്പൻ മക്കൾക്ക് വേണ്ടി കരുതുന്നതിനപ്പുറത്ത്, മക്കൾ അപ്പന് വേണ്ടി കരുതുന്നതിനപ്പുറത്ത് സർവശക്തനായ ദൈവം നിനക്ക് വേണ്ടി കരുതും. ചിലരുടെ മനസ്സിന്റെ ഒരു ചോദ്യമാണ്, എനിക്ക് വേണ്ടി ആര് കരുതും? വചനത്തിന്റെ വെളിപ്പാട് നിങ്ങളോട് പറയുകയാണ്, മനുഷ്യർ കരുതിയാൽ അതിന് പരിമിതികളുണ്ട്, പക്ഷെ എന്റെ ദൈവമോ അളവില്ലാതെ കരുതുന്ന ദൈവമാണ്. ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, സ്തോത്രം, ചില ദിവസത്തിനകത്ത് ദൈവം നിനക്ക് വേണ്ടി കരുതി വെച്ചത് നീ കാണാൻ പോകുകയാണ്. ബൈബിളിൽ വായിക്കാൻ, കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിന്റെ ആഹാരം കൊടുക്കുക. സ്തോത്രം. ഒരു ഹാഗർ പൈതലുമായി കരയുന്നത് അവൾക്ക് ഒരു ഉറവ വേണ്ടിയിട്ടാണ്. സ്തോത്രം. അവൾ കരയുന്നതിന് മുമ്പ്, അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ്, ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന മാസം ഇത്രാം തീയതി ഇത്ര മണിക്ക് അവൾ കരയുമെന്ന് ദൈവം അറിഞ്ഞ് ആ സ്പോട്ടിൽ തന്നെ ദൈവം ഒരു ഉറവ അവൾക്ക് തുറന്നിട്ടേക്കുക. ഉൽപ്പത്തി പുസ്തകത്തെ ഹാഗറിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഉറവ തുറന്നല്ല, ദൈവത്തിന്റെ കരുതൽ കാണുവാൻ ഹാഗറിന്റെ കണ്ണു തുറന്ന. സ്നേഹിത, ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ ഒത്തിരി വിഷമിക്കുന്ന കാര്യം, ഒത്തിരി സങ്കടപ്പെടുന്ന കാര്യം നിന്റെ അടുക്കൽ നിൽപ്പുണ്ട്. നിന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പോലെ, നിന്റെ കാതുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തതുപോലെ ആ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ കാണാൻ പോവാം. കർത്താവ് ഭയങ്കര കാര്യങ്ങൾ ചെയ്യും. അമ്മ, നമുക്കൊന്നിച്ചു പറയാം, എന്റെ ദൈവം എനിക്ക് വേണ്ടി കരുതും. കരങ്ങളെ ചേർത്ത് പിടിച്ചു പറ, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി കരുതും. ഒന്ന് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥന പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി ആര് കരുതുമെന്നൊരു ചോദ്യചിഹ്നവുമായി മനസ്സ് വിഷമിപ്പിക്കുന്ന മക്കളെ ദൈവകരത്തിൽ ഏൽപ്പിക്കുക. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുതൽ കാണുവാൻ അവരുടെ കണ്ണുകളെ തുറക്കണം. നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഒട്ടും ഭയം വേണ്ട, ഒട്ടും ചഞ്ചലം വേണ്ട. ദൈവം നിനക്ക് വേണ്ടി കരുതും. അവൻ നിനക്കായി കരുതുന്നവനാകയാൽ നിന്റെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുക. ഗോഡ് ബ്ലസ് യു.